ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുമായി നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ബന്ധം അവസാനിച്ചുവെന്ന്? അവർ നിങ്ങളുമായി ഒരു കോണ്ടാക്റ്റിന് ഒരുങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് ഇട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ അവരുടെ കറൻറ്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്. പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കും. അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഹെർമിറ്റ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. Ace of Cups. Seven of Pentacles. High Priestess. 2 cards. Queen of Cups. 6 cards വന്നിട്ടുണ്ട് ഇവിടെ. ബോട്ടം വന്നിരിക്കുന്നത് 6 of Wandsന്റെ എനർജിയാണ്. അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കാവേ. ഈ ഒരു സമയത്ത് നിങ്ങളെപ്പറ്റി എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന്. ക്വീൻ ഓഫ് സോർഡ്സിന്റെ എനർജി, നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. Four of Cups. Five of Cups. Lovers. Queen of Pentacles. ബോട്ടം വന്നിരിക്കുന്നത് സ്റ്റാർ എനർജിയാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണ്. ലെസ് കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നിങ്ങളോട് തീരെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഇടാം, അല്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മെസ്സേജസ് കൊണ്ടുവരാം. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഈ വ്യക്തി എന്നിൽ നിന്നും അകന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കണം അതിനു വേണ്ടി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ അവർ സൈലന്റ് മൂഡാണെന്നാണ് കാണുന്നത്. മനസ്സിലായോ? ഒന്നുകിൽ അവർ നിങ്ങളിൽ നിന്ന് കുറേ അകന്നു പോയിട്ടുണ്ടാവാം. കുറച്ചു കാലമായി കാണും. ഒരു കോണ്ടാക്റ്റിൽ വന്നിട്ട് ചിലപ്പോൾ 1 മാസമാകാം, അല്ലെങ്കിൽ 2-3 മാസങ്ങളും ആയിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ തീരെ ലെസ്സായിട്ടൊരു കോണ്ടാക്റ്റ്. അതാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, സൈലന്റ് മൂഡിലാണ് അവർ. ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് കുറച്ചിരിക്കുന്നു, അല്ല എങ്കിൽ കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ തന്നെയാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് എന്താണ്? ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇത് കുറേ കാലം അനുഭവിക്കുകയാണ്. ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ കുറച്ച് കാലം അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ നല്ല ഒരു ചാപ്റ്ററിലേക്ക് പോകണം, നല്ല സന്തോഷം നിറഞ്ഞ ഒരു എനർജിയിലേക്ക് പോകണം, നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരണം. ഈ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണോ സംഭവിച്ചത് ഇതെല്ലാം പറഞ്ഞു തീർത്തിട്ട് നല്ല ഒരു എനർജിയിലേക്ക്, നല്ല ഒരു കണക്ഷനിലേക്ക് വീണ്ടും വരണം, പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് തന്നെ പോകണം എന്ന് അവരിവിടെ ചിന്തിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് വരും. ഇവിടെ നിങ്ങളോട് നല്ല പ്രണയമാണ്. തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ വളരെ നല്ല സ്നേഹത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ വളരെ സ്നേഹമായിട്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഈ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ദൈവികമായ പ്രണയമായിരുന്നു, അല്ലാതെ ഇവിടെ ഒരു കളങ്കം ഉണ്ടായിട്ടില്ല. അത്രമാത്രം നിങ്ങൾ തമ്മിൽ വളരെയധികം ഡീപ്പ് കണക്ഷൻ ആയിരുന്നു എന്നുള്ളതാണ് കാണുന്നത്.
നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ എത്രമാത്രം നിങ്ങളിൽ നിന്നും അകന്നിരുന്നാലും അഥവാ നിങ്ങൾ തമ്മിൽ ഉള്ളപ്പോൾ പോലും നിങ്ങളുടെ സ്നേഹം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവർ നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും നിരന്തരം ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ് എല്ലായ്പ്പോഴും ഉണ്ട്. ക്ഷമയോടുകൂടി നിങ്ങൾ എത്ര പിരിഞ്ഞു പോയാലും അഥവാ നിങ്ങൾ എത്രമാത്രം പിണങ്ങിപ്പോയാലും നിസ്സാര കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ പിണങ്ങിപ്പോയിട്ടുണ്ടാവാം. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവർ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ ഒക്കെയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അകൽച്ചയ്ക്ക് കാരണമായ ചില കാര്യങ്ങൾ ഉണ്ടാവും. ഈ ചില കാര്യങ്ങളൊക്കെ എല്ലായ്പ്പോഴും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ല. എന്തോ നിഗൂഢതയുണ്ട്, ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഹിഡൻ സീക്രട്സ് ഉണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കുറച്ചൊന്ന് അകൽച്ചയിൽ ആയത്. അവർക്ക് എന്തോ പ്രശ്നം ഇടയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ അവരുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ അവരുടെ ജോലി കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവാം. പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റിലേക്ക് വരണമെന്നാണ് അവർ ചിന്തിച്ചിട്ടുള്ളത്. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ജഡ്ജ്മെന്റിലേക്ക്, അതായത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് പോകണമെന്നും അവർ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ അതെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് തൽക്കാലം. മനസ്സിലായി? തൽക്കാലം ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യങ്ങളല്ല. പക്ഷെ അവർ വരും. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കണ്ടില്ലേ? അവർ വരും. അവർ സാധിക്കാനുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് വരണമെന്ന് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അവർ വളരെയധികം കോൺഫിഡൻസ് നേടിയിട്ട് ഇപ്പോൾ അവർ കുറച്ചൊന്ന് എനർജി ലോയാണ്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ല? ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഹെർമിറ്റ് മൂഡാണ്. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒന്നും പറയാൻ പറ്റുന്നില്ല. കണ്ടില്ല? കുറച്ച് ഹൈഡിങ് ഉണ്ട്, ഇവിടെ കുറെ ഹൈഡിങ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്നില്ല, തുറന്ന് സംസാരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ അവർ ജഡ്ജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് വീണ്ടും കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് പല കാര്യങ്ങളും അവർക്ക് സാധിക്കാനുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടാവാം. ഇതെല്ലാം കുറച്ചുകൂടി സോൾവ് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കോൺഫിഡൻസ് ആവണം. മനസ്സിലായ? കോൺഫിഡൻസ് നേടിയതിന് ശേഷം അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. തൊട്ട് താഴെ തന്നെ കണ്ടില്ലേ? ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവർ നല്ല ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ്. അത് അവർ ചിന്തിക്കുന്നുണ്ട്. മെച്ചൂർഡ് ലവ് ആണിത്. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. എന്നിരുന്നാൽ പോലും കണ്ടില്ലേ, ഇവിടെ ചുറ്റിനും പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണിത്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം, നിങ്ങൾക്ക് വേണ്ടി മാത്രം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകരുതെന്നവർ നല്ലതുപോലെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയ വ്യക്തികളാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പറ്റി. നിങ്ങളോടുള്ള സ്നേഹം അത്തരത്തിലാണ്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയ വ്യക്തികളാണ്. നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ഉറച്ചതാണ്. നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വാക്കിന് വിലയുള്ളതാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളെപ്പറ്റി വളരെ നല്ല എനർജിയാണ്. അവർ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകത്തില്ല. നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരെ വിട്ടുപോകില്ല എന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടുപോകില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവാം. അവരും കൂടെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ബന്ധം സ്റ്റക്കാണെന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. മനസ്സിലായി? ഇവിടെ നിന്ന് ഒരു തുടക്കത്തിലേക്ക് വീണ്ടും വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങളെ അവർ വിട്ടുപോകില്ല, അവർ നിങ്ങളെയും വിട്ടുപോകില്ല എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം എന്നുള്ളതാണ് ഇവിടെ അവർ ചിന്തിക്കുന്നത്.
ഫൈവ് ഓഫ് കപ്സ്, നിങ്ങളിവിടെ ഒറ്റയ്ക്കായി പോയിരിക്കുന്നു. നിങ്ങളിവിടെ ഒറ്റയ്ക്കാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ല എങ്കിൽ അങ്ങനെ വളരെയധികം വിഷമത്തിലാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കൂടെ എനർജിയാണ്. നിങ്ങളും ഇത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടാവണം. അവർ ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണോ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇത് രണ്ടു കൂട്ടർക്കും ബാധകമാണ് ഒറ്റപ്പെട്ട അവസ്ഥ. രണ്ടുപേരും തമ്മിൽ അകൽച്ചയിലാവുമ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ ഫീൽ ചെയ്യും. മനസ്സിലായി? വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവും. എന്നാൽ വളരെയധികം സ്നേഹത്തിലായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു അകൽച്ചയെ വന്നിട്ടുള്ളൂ. വളരെയധികം സ്നേഹത്തിലായിരുന്നു. പക്ഷെ ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്കിനി മറ്റ് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുൻപിലുണ്ട്. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മുൻപിലുണ്ടെങ്കിലും പക്ഷെ നിങ്ങളുടെ എനർജിയാണ് അവർക്ക് ആവശ്യം. നിങ്ങളെയാണ് അവർക്ക് ആവശ്യം. നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് പകരം മറ്റൊരു വ്യക്തിയും പകരമാവില്ല. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പകരമാവില്ല മറ്റൊരു വ്യക്തിയും എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി. അത്രമാത്രം നിങ്ങളോട് സിൻസിയർ ലവ് ആയിരുന്നു എന്നുള്ളതാണ്. കപ്പ് എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് ലവേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ആദ്യം തന്നെ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായതാണ്. എന്തൊക്കെയോ ആരൊക്കെയോ ആണ് എൻ്റെ ഈ ഒരു വ്യക്തി, ഞാൻ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയാണിത്, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ട വ്യക്തിയാണിത്, ഈ വ്യക്തിയുമായിട്ടായിരിക്കണം എനിക്ക് കൂടുതലായിട്ട് അടുപ്പം തോന്നിച്ചിരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് അവരുടെ ഹീലിംഗ് പവർ, അവർക്ക് ഹീലിംഗ് പവർ കൊടുത്തിരുന്നത്. മനസ്സിലായി? നിങ്ങളുടെ സ്നേഹവും വാക്കുകളും പ്രവൃത്തിയും കണ്ടില്ല. ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത്. ഹീലിംഗ് എഫക്റ്റ് ആണ്. നിങ്ങളുടെ സ്നേഹവും പ്രവർത്തികളും അല്ലെങ്കിൽ വാക്കുകളും ഒക്കെയാണ് അവരെ ഇത്രമാത്രം പിടിച്ചു നിർത്തിയിരുന്നത്. അതുകൊണ്ട് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവിടുന്ന് ഒരു വേർപിരിവ് പാടില്ല. ഇവിടുന്ന് ഒരു വേർപാട് ഉണ്ടാവില്ല. കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഇത്. ചിലപ്പോഴൊക്കെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലായിരിക്കണം നിങ്ങൾ. ഇടയ്ക്കൊന്ന് പെട്ടെന്നാവാം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് സൈലന്റ് മൂഡിലാവും. പിന്നെ വീണ്ടും നിങ്ങളുമായിട്ട് അടുത്ത് വരും, വീണ്ടും വിടങ്ങും, വീണ്ടും നിങ്ങളുമായിട്ട് അടുത്ത് വരും. അങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവികമായ ഒരു എനർജിയാണിത്, അല്ലെങ്കിൽ ദൈവികമായ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഡിവിനിറ്റിയുള്ള ബന്ധമാണ്. സിൻസിയർ ലവ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് കാണുന്നുണ്ട്. നമുക്ക് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉള്ളപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നത്, എങ്ങനെയുള്ള സ്നേഹമായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ തമ്മിൽ കണക്ഷനിൽ ഉള്ളപ്പോൾ പല കാര്യങ്ങൾക്ക് ഹാങ്ഡ്മാൻ്റെ എനർജി, ഹാങ്ഡ്മാൻ ഇവിടെ നേരെ വന്നിട്ടുണ്ട്. പലപ്പോഴും തലതിരിഞ്ഞ് ചിന്തിക്കേണ്ട ചില പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ യോജിച്ചു കഴിഞ്ഞപ്പോൾ അത് നേരെ ചൊവ്വേ ബുദ്ധിപൂർവ്വം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ പ്രസൻസ് നിമിത്തം, നിങ്ങൾ അവരോടൊപ്പം ഉള്ളത് കൊണ്ട് മാത്രം ചില പ്രശ്നങ്ങൾ, കുഴഞ്ഞു പറഞ്ഞ ചില പ്രശ്നങ്ങൾക്ക് എല്ലാം സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടിരുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഒരു സമ്പത്തിന്റെ രാജാവായിരുന്നു. മനസ്സിലായി? അവർക്ക് ഇഷ്ടം പോലെ സാമ്പത്തികം ലഭിച്ചിരുന്നു. നിങ്ങളായിരുന്നു അവരുടെ ഐശ്വര്യം, സമൃദ്ധി. എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ജീവിതമായിരുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ചേർന്നപ്പോൾ മുതൽ അവർ അനുഭവിക്കുന്നത് ഈ ഒരു എനർജിയിലായിരുന്നു. മനസ്സിലായോ? ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. എല്ലായ്പ്പോഴും എത്ര ദൂരം പോയി കഴിഞ്ഞാലും നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ്, എവിടെയെങ്കിലും ഒക്കെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പോലും നിങ്ങളിലേക്ക് ഒരു ലവ് പ്രൊപ്പോസ് ചെയ്യുന്ന എനർജി ഉണ്ടായിരുന്നു. നിങ്ങളോട് വീണ്ടും ഒരു തുടക്കത്തിന് വന്നിരുന്നു. എല്ലായ്പ്പോഴും നിങ്ങളിൽ നിന്നും ആ ഒരു സ്നേഹം അവരും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അത്രമാത്രം എനർജിയിലൂടെയാണ് നിങ്ങളിവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കമ്മിറ്റ്മെന്റ് എല്ലാ ദിവസവും, എല്ലായ്പ്പോഴും ഇങ്ങനെ കമ്മിറ്റ്മെന്റിൽ എൻ്റെ ഊട്ടി ഉറപ്പിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് കാണുന്നത്.
9 ഓഫ് കപ്സിന്റെ എനർജിയാണ് സഫലത. കണ്ടില്ലേ, നിറഞ്ഞ സ്നേഹമായിരുന്നു, നിങ്ങൾക്ക് പരസ്പരം ഉണ്ടായിരുന്ന നിറഞ്ഞ സ്നേഹമായിരുന്നു. ഇതിൽ അവർ സഫലത കൊണ്ടിരുന്നു. ഇതിൽ നിങ്ങൾ പരസ്പരം സഫലത അനുഭവിച്ചിരുന്നു. കാരണം ഇതിനപ്പുറത്തൊരു സ്നേഹമില്ല. സ്നേഹിക്കുമ്പോൾ പരസ്പരം ഒരുപാട് സ്നേഹത്തില്, അപ്പോൾ പരസ്പരം രണ്ടുപേരും വിശ്വസിക്കുമായിരുന്നു എന്താണ്, ഇതിനപ്പുറത്തൊരു സ്നേഹബന്ധമേ ഇല്ല എന്ന്. അതുപോലെ തന്നെ നന്നായിട്ട് ആഘോഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്ന സമയത്ത് വളരെയധികം സന്തോഷത്തിലായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാവേ. പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറായിരുന്നു രണ്ടു കൂട്ടരും. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് അത്രമാത്രം ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ കണ്ടാൽ പോലും അതിനുള്ള സൊല്യൂഷൻ അവർ കൊണ്ടുവരുമായിരുന്നു. അതിനുടനെ തന്നെ അവർ ആക്ഷൻ എടുക്കാനും തയ്യാറായിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ സോൾവ് ചെയ്തോളാം എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. അങ്ങനെയുള്ള നല്ല സ്നേഹത്തിലൂടെയായിരുന്നു നിങ്ങൾ മുൻപേ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വന്നു. അത് നിമിത്തമാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കാണും. കണ്ടില്ലേ, ഏസ് ഓഫ് പെന്റക്കിൾസ് വീണ്ടും പുതിയൊരു തുടക്കത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു, പുതിയൊരു കമ്മിറ്റ്മെന്റിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയും എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അവരുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഓവർവെൽംഡാണ്, വിതുമ്പലാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ആരും കാണാതെ കരയുന്ന എനർജിയുണ്ട്. വിമ്മി കരയുന്ന എനർജിയാണ് അവരുടേത്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഇസ് ട്രെയിനിങ്. ഇത് വല്ലാതെ തന്നെ ഈ ഒരു സ്ട്രെസ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു എനർജിയാണ് അവരിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ആയിട്ടുള്ളത്. വാല്യൂസ് ആണ്. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. നമ്മൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇത്രമാത്രം പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉള്ളതായിട്ട്. ഈഗോ, ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഈഗോ കൊണ്ടായിരിക്കണം നമ്മൾ തമ്മിൽ ഈ കണക്ഷന് ഇത്രയും ഒരു പ്രശ്നമുണ്ടായത്. നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഇപ്പോഴൊരു പ്രശ്നമുണ്ടായത് എൻ്റെ ഉള്ളിലെ ആ ഒരു ഈഗോ കൊണ്ടായിരിക്കണം. മനസ്സിലായി? ഞാനെന്നൊരു ഭാവം എനിക്ക് ഉള്ളത് കൊണ്ടായിരിക്കണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ച വന്നത് എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹാബിറ്റ്സ്, ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. എനിക്കറിയത്തില്ല നമ്മൾ തമ്മിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകുമോ, നമ്മൾ തമ്മിലുള്ള ഈ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ഞാനും സംശയിക്കുന്നു. ഇൻഡിസിസീവ്, ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹർട്ട്സ് യു. എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ പോയത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ പോയത് എൻ്റെ കഴിവില്ലായ്മയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ മീൻസ് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ വീണ്ടും ഊട്ടിയുറപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ലവേഴ്സ് വന്നിട്ടുണ്ട്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിണങ്ങുന്നു, വീണ്ടും ഇണങ്ങുമ്പോൾ ഭയങ്കര സ്നേഹം, വീണ്ടും വാഗ്ദാനങ്ങളാണ്. മനസ്സിലായി? അത്തരത്തിലുള്ള ഒരു കണക്ഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നിങ്ങൾക്കുള്ള മെസ്സേജ് ഹയർ സെൽഫിൻ്റെ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ്. കണ്ടില്ല? തീർച്ചയായിട്ടും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹയർ സെൽഫിൽ നിന്നുള്ള ഗൈഡൻസ് ആണ്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ന്യൂ അഡ്വെഞ്ചർ അവൈറ്റ്സ്, എംബ്രേസ് ഇറ്റ് ആൻഡ് ലൈവ് യുവർ ഡ്രീംസ് പാഷനേറ്റ്ലി, ലിവ് യുവർ ഡ്രീംസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചില സാഹസികതകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുസരിച്ച മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു നിങ്ങളൊന്ന് കൂടിച്ചേരുമ്പോൾ വീണ്ടും ഒരു സാഹസിക യാത്രയാണത്, അല്ലേ? അങ്ങനെ തന്നെ വിചാരിക്കുക. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആലിംഗനം ചെയ്യൂ, അതിനെ ആവേശത്തോടെ സ്വീകരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം സാഹസികത നിറഞ്ഞ ഒരു ലൈഫാണോ നിങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പുതിയൊരു തുടക്കത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ നിങ്ങൾ, അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കൂ. എന്നിട്ട് വളരെയധികം നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സ്വപ്നങ്ങളുണ്ടല്ലോ, ആ സ്വപ്നങ്ങളെ വളരെയധികം ആവേശപൂർവ്വം തീർക്കണം, യാഥാർത്ഥ്യമാക്കണം. വളരെയധികം ആവേശത്തോടുകൂടി ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. കുറച്ച് ക്ലൂസും കൂടി എടുക്കാവേ. കുറച്ചെടുക്കാം. പാലക്കാടാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ വന്നിട്ടുണ്ട്. ലെറ്റർ വി, ലെറ്റർ വൈ, ജൂൺ മന്ത്. നമ്പർ 2, മെയ് മന്ത്, വയനാട്. ഒക്ടോബർ മന്ത്. ഫെബ്രുവരി മന്ത്, ലീബ്ര, തുലാമാസം, ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ. ലെറ്റർ ടി, ലെറ്റർ യു, ലെറ്റർ കെ, ലെറ്റർ എൽ, തിരുവനന്തപുരം. നമ്പർ 9, കാസർഗോഡ്. സോഡിയക് സൈൻ പീസസ്, മീനമാസം, പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി രേവതി. അപ്പം നമുക്കിവിടെ വന്നിരിക്കുന്ന ക്ലൂസൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ റീഡിങ് എങ്ങനെയാണ് തോന്നുന്നത്? ക്ലൂസ് റെസണേറ്റ് ആയോ അതോ റീഡിങ് റെസണേറ്റ് ആയോ? നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.